നമ്മുടെ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർക്ക് നാളത്തെ എക്സാം നമുക്കറിയാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ബിസിനസ് ആണ്. അപ്പോൾ അതിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ളത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ചോദിച്ചിട്ടുണ്ട്. വെബ് ബ്രൗസിങ് എന്താണ്, ഫാമിങ്, അതുപോലെ സൈബർ ക്രൈം എന്താണ് ചോദിച്ചിട്ടുണ്ട്. വൈറസും വേംസും തമ്മിലുള്ള ഡിഫറൻസ്, ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഇതൊക്കെ നമുക്ക് കോൺവേർട്സിൽ എഴുതിയാൽ മാർക്ക് കിട്ടും. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ്, എൻക്രിപ്ഷൻ എന്താണ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ഇ ലേണിംഗ്. അപ്പോൾ ഇ ലേണിംഗ് ആ ഒരു ടൈം ഇ ഗവേണൻസ് ഒക്കെ ഒന്ന് ബ്രീഫായിട്ട് നോക്കുക. മൊബൈൽ ബാങ്കിങ് എന്താണെന്ന് പഠിക്കുക. ലാൻ വാൻ മാൻ പഠിക്കുക. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ. വെബ്സൈറ്റ് എന്താണ്, ഡിജിറ്റൽ കൊമേഴ്സ്, ഇ വാലറ്റ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഡബ്ല്യു ലാൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ടൈപ്സ് ആണ്. അഗ്രഗേറ്റർ മോഡൽ എന്താണ്, ഇ കൊമേഴ്സിൻ്റെ ഫീച്ചേഴ്സ്. ഇ കൊമേഴ്സ് പറഞ്ഞാൽ ഇലക്ട്രോണിക് കൊമേഴ്സ് ആണ്. പിന്നെ ഫയർവാൾ അതിൻ്റെ ടൈപ്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇ കൊമേഴ്സിൽ പാർട്ടീസ്, ഡിഫറെൻറ്റ് ടൈപ്സ്, 4 കീസ് ഓഫ് HTML. HTML മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 4 കീസാണ്. എന്താണ് HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി ടാഗ്. അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നത്. ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും തമ്മിൽ ഡിഫറൻസ്. ഓൺലൈൻ ട്രാൻസാക്ഷൻസിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സ്. വെബ്സൈറ്റ് എന്താണ്, അത് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സ്. ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ സൈക്കിള്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ്. ഈ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് നോക്കി. ആയിട്ട് എപ്പോഴും വരുന്നത് ഒരുപാട് വലിച്ചു വാരി എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അത് കേട്ടോ. 2021 വന്നിട്ടുള്ളത് ISP URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഫിഷിംഗ് ചോദിച്ചിട്ടുണ്ട്. ഇ കൊമേഴ്സ്, എക്സ്ട്രാനെറ്റ് വീണ്ടും വന്നിട്ടുണ്ട്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഡിഫറൻസ് ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ വീണ്ടും വന്നിട്ടുണ്ട്. ബയോമെട്രിക്സ് വന്നിട്ടുണ്ട്. ഇൻട്രാനെറ്റ്. അപ്പോൾ ഈ എക്സ്ട്രാനെറ്റ് ഇൻട്രാനെറ്റ് ഡിഫറൻസ് ആണ് 5 മാർക്കിന് ചോദിച്ചെങ്കിൽ ഇവിടെ 2 മാർക്കിന് വെച്ച് ചോദിച്ചിട്ടുണ്ട്. ഇ വാലറ്റ് ചോദിച്ചിട്ടുണ്ട്. നെറ്റ് ബാങ്കിങ്, ലാൻ ചോദിച്ചിട്ടുണ്ട്. COD ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി ആണ് COD പറഞ്ഞാൽ, ക്യാഷ് ഓൺ ഡെലിവറി. അതുപോലെ പേയ്മെൻറ്റ് ഗേറ്റ് വേ, B2E, B2C, B2E, അത് ആ സ്കോപ്പ് ഓഫ് ഇ കൊമേഴ്സ് ഒന്ന് പഠിച്ചു വെക്കുക എല്ലാവരും കേട്ടോ. ഇനി 5 മാർക്കിനാണെങ്കിൽ ഇ കൊമേഴ്സും അതുപോലെ തന്നെ ഇ ബിസിനസ്സും ചോദിച്ചിട്ടുണ്ട്. നെറ്റ്വർക്കിനെ കുറിച്ച് ബ്രീഫായിട്ട് എഴുതാൻ, ഇ കൊമേഴ്സിൻ്റെ അഡ്വാൻറ്റേജ്, സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, HTML ബ്രീഫായിട്ടുള്ള അക്കൗണ്ട്, അതായത് HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി ക്ലോസ് ചെയ്യുക, ആ സംഭവമില്ലേ, ആ ബ്രീഫായിട്ടുള്ള HTML ആ ഒരു ഫോം ചോദിച്ചിട്ടുണ്ട്. സൈബർ വേൾഡിൻ്റെ സെക്യൂരിറ്റി ത്രെഡ്സ്, ഫയർ വാൾസ്. ഇനി നമുക്ക് SCയിലേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം, ഞാൻ പറഞ്ഞില്ല ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഇവിടെയും SC ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വെബ്സൈറ്റ്, ഇ കൊമേഴ്സിൻ്റെ മോഡൽ, അതാണ് B2B, B2C ഒക്കെ കേട്ടോ. അതുപോലെ നെറ്റ്വർക്കും അത് ബ്രീഫായിട്ട്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അതൊക്കെ ബ്രീഫായിട്ട് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ഇയറിൽ നെറ്റ്വർക്ക് ടോപ്പോളജി, അതിൻ്റെ ടൈപ്സ്, അതായത് ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, ട്രീ ടോപ്പോളജി ഉണ്ട്. എന്താണ് HTML ടാഗ് എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ. അപ്പോൾ ഹെഡ്, ടൈറ്റിലൊക്കെ വേണമെങ്കിൽ നമുക്കറിയാം. HTML എന്ന് പറഞ്ഞാൽ വെബ് പേജ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിൽ യൂസ് ചെയ്ത ടാഗുകൾ. ഹൈപ്പർ ലിങ്ക് ചോദിച്ചിട്ടുണ്ട്. മെറ്റാ ടാഗ് എന്താണ്, അതിൻ്റെ യൂസസ് ചോദിച്ചിട്ടുണ്ട്. B2C, ബിസിനസ് ടു കൺസ്യൂമർ. ഇൻ്റർനെറ്റ് ബാങ്കിങ്, വൈറസും ട്രോജൻ ഹോഴ്സും ചോദിച്ചിട്ടുണ്ട്. മോഡേൺ PCയുടെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ ഇ കൊമേഴ്സ് അത് ചോദിച്ചിട്ടുണ്ട്. HTML സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ പേയ്മെൻറ്റിനെ കുറിച്ച് ബ്രീഫായിട്ട് എഴുതാൻ. ഈ സ്ട്രക്ചറൊക്കെ എഴുതാൻ ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.